നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് അയവൊന്നുമില്ല. ഇസ്രായേൽ ഹമാസിനെതിരെ മാത്രമല്ല, മറ്റു ചില രാജ്യങ്ങൾക്കെതിരെ കൂടി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഹിസ്ബുള്ളയെയും ഒരേ സമയം ഹൂതികളെയും ആക്രമിക്കുകയാണ് ഇസ്രായേൽ സേന. കഴിഞ്ഞ ദിവസം സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 2 ഇറാനിയൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഇതിന് പിന്നാലെ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടെഹ്റാനിലെ US അംബാസഡറെ വിളിച്ചു വരുത്തിയാണ് ഇറാൻ ഭരണകൂടം താക്കീത് നൽകിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇസ്രായേൽ നടത്തുന്ന കൊടും കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദി അമേരിക്ക ആയതുകൊണ്ടാണ് US അംബാസഡർ ഇക്കാര്യം ധരിപ്പിച്ചതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത ആക്രമണമാണ് ഈ സിറിയയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും സിറിയയുടെ പല ഭാഗങ്ങളിലേക്കും നടത്തുകയുണ്ടായി. ഹിസ്ബുള്ളയെ പൂർണ്ണമായും തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സിറിയയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും നേരത്തെ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നാൽ അവർക്കെതിരെ ഇസ്രായേൽ ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും കാണിക്കില്ല. ആ രാജ്യത്തിനെ ഭസ്മമാക്കാനുള്ള എല്ലാ നടപടികളും ഇസ്രായേൽ സ്വീകരിക്കുമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള ആക്രമണത്തിന് അറബ് രാജ്യങ്ങൾ തയ്യാറെടുക്കാതിരുന്നത്. യുദ്ധം ആരംഭിച്ച ഒക്ടോബർ 7-ന് പിന്നാലെ ഇറാനും അതുപോലെ തന്നെ സിറിയയും ഈജിപ്തുമൊക്കെ ചില വെല്ലുവിളികൾ നടത്തിയെങ്കിലും ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു സൈനിക നീക്കത്തിന് ഈ രാജ്യങ്ങളും തന്നെ മുതിർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രധാനപ്പെട്ട ഒരു കാരണം അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സമ്പൂർണ്ണമായ പിന്തുണ തന്നെയാണ്. സാമ്പത്തികമായും സൈനികമായും അമേരിക്കയുടെ എല്ലാ പിന്തുണയോടും കൂടിയാണ് ഈ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങിപ്പുറപ്പെട്ടത്. അതുമാത്രമല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒറ്റയ്ക്ക് തന്നെ വലിയ സൈനിക ശേഷിയുണ്ട്. സിറിയയും ഈജിപ്തും അതുപോലെ തന്നെ ലെബനനും ഇറാനും ഒക്കെ ഒന്നിച്ചെതിർത്താലും അതിനെയൊക്കെ നിഷ്പ്രയാസം മറികടക്കാനുള്ള സൈനിക ശേഷിയുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇത് കൃത്യമായിട്ട് അറബ് രാജ്യങ്ങൾക്കറിയാം. അതിനപ്പുറം അമേരിക്കയുടെ വലിയ പിന്തുണ. ഈ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ പശ്ചിമേഷ്യയിൽ ചെങ്കടലിന് സമീപമൊക്കെ ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ കനത്ത സൈനിക വിന്യാസം നടത്തുകയായിരുന്നു അമേരിക്ക ചെയ്തത്. പടക്കപ്പലുകളും പടക്കോപ്പുകളും അതുപോലെ സൈനിക ട്രക്കുകളും അടക്കമുള്ളവ കൊണ്ടുവന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റഫേലിലേക്കുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സൈന്യത്തിന് ആക്രമണം തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞൊരു സാഹചര്യമുണ്ടായി. തള്ളിപ്പറയുന്നാൽ ചില നിയന്ത്രണങ്ങൾ യുദ്ധത്തിൽ വേണമെന്ന ഒരു താക്കീത് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു. റഫയെ ആക്രമിക്കരുതെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇസ്രായേൽ ചെയ്തത്. റഫയിലേക്കുള്ള ആക്രമണം അനിവാര്യമാണെന്ന് അമേരിക്ക വ്യക്തമാക്കി. അതിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകാനാകില്ല. അതേസമയം അമേരിക്കയ്ക്ക് വേണമെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ ആവശ്യപ്പെടാം. പിന്നീട് തൊട്ടു പിന്നാലെ അമേരിക്ക നിലപാട് മയപ്പെടുത്തി. റഫയെ ആക്രമിക്കുന്നതിന് മുൻപ് റഫയിൽ അഭയാർത്ഥികളായി കഴിയുന്ന 16 ലക്ഷത്തോളം ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ അടുത്ത നിലപാട്. ഇത് പരിശോധിക്കാമെന്നും പരിഗണിക്കാമെന്നും ഇസ്രായേൽ പറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം തന്നെ റഫയിലേക്കുള്ള സൈനികാക്രമണത്തിന് തയ്യാറെടുക്കാൻ സൈന്യത്തിന് ഇസ്രായേലി ഭരണകൂടം നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റു ചില നീക്കങ്ങൾ നടത്തിയത്. അതായത് F-35ൻ്റെ 25 ഫൈറ്റർ വിമാനങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആയുധശേഖരം അമേരിക്ക ഇസ്രായേലിന് കൈമാറാൻ തീരുമാനിച്ചു. ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ആയുധ കൈമാറ്റത്തിനുള്ള ഒരു കരാറിലാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഏർപ്പെട്ടത്. ഇത് അടിയന്തരമായി ഇസ്രായേലിന് നൽകാനുള്ള നടപടികളും അമേരിക്ക ആരംഭിച്ചു. അപ്പോഴും അമേരിക്ക ഇതിൽ പറയുന്ന ഒരു ന്യായം, യുദ്ധമുഖത്ത് പ്രത്യേകിച്ച് ഗാസയിലെ യുദ്ധമുഖത്ത് ഈ ആയുധങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഇസ്രായേൽ നൽകിയതെന്നുള്ളതാണ്. എന്നാൽ ഇതിനെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നു. അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അമേരിക്ക എല്ലാ
കാലത്തും ഇസ്രായേലിനൊപ്പമാണ്. ഈ യുദ്ധത്തിലും ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് അമേരിക്ക. അമേരിക്ക പുറത്തു പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന തരത്തിൽ അറബ് രാജ്യങ്ങൾ ആരോപണമായി എത്തി. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗാസയിൽ പരിപൂർണമായ ആക്രമണം നടത്താനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അതിനുവേണ്ടിയുള്ള അതിനാവശ്യമുള്ള മുഴുവൻ സായുധ സഹായവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. റഫയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന. അതിനിടയിൽ കഴിഞ്ഞ ദിവസം അൽഷിഫ ആശുപത്രിയിൽ കനത്ത ബോംബിംഗ് നടത്തി ഇസ്രായേലി സേന എന്നുള്ള വിവരം പുറത്തു വരുന്നു. രണ്ടാഴ്ച നീണ്ട ആക്രമണങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് റഫയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറിയത്. ഏകദേശം 600ഓളം ഹമാസ് ഭീകരരെ ഇവിടെ ഇസ്രായേലി സേന കൊന്നൊടുക്കി എന്നുള്ളതാണ് ഇസ്രായേലി സേനയുടെ അവകാശവാദം. അതേസമയം ജീവകാരുണ്യ സംഘടനകൾ പറയുന്നത് അൽഷിഫ ആശുപത്രിക്ക് സമീപം കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത്. നിരവധി മനുഷ്യജീവനുകൾ ചിന്നിച്ചിതറി റോഡുകളിൽ കിടക്കുന്ന കാഴ്ച ഉണ്ടായി. 2 മാധ്യമപ്രവർത്തകരടക്കം സന്നദ്ധ സേവകർ നിരവധി പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനമായി ജീവകാരുണ്യ സംഘടന പ്രവർത്തകരെ ബോംബിട്ട് കൊന്നു ഇസ്രായേൽ സേന എന്നുള്ള വിവരം പുറത്തു വരുന്നു. കഴിഞ്ഞ നിരവധി കാലങ്ങളായി ഗാസയിൽ സേവനം നടത്തുന്ന ദ വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന സന്നദ്ധ സംഘടനയുടെ 7 പ്രവർത്തകരാണ് ഇസ്രായേൽ സേനയുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയാണ്. ഇത് സംബന്ധിച്ച് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ സേന തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒക്ടോബർ 7-ന് ആക്രമണം ആരംഭിച്ച് യുദ്ധം ആരംഭിച്ച ശേഷം ഏകദേശം 38,000-ഓളം പേർ ഇതിനകം തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിരവധി പേർ കുട്ടികളും സ്ത്രീകളുമാണ്. ഏകദേശം 1.25 ലക്ഷത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ നിരവധി പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇതിലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിരവധി പേർ പെട്ടിട്ടുണ്ട്. എന്തായാലും അതിരൂക്ഷമായ അതിഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഗാസയിൽ നടക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു. ഗാസയിലെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഖത്തറടക്കം നടത്തിയെങ്കിലും അത് ഇതുവരെ വിജയിച്ചിട്ടില്ല. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഹമാസ് ഏകപക്ഷീയമായി പിന്മാറിയതാണ് പല ഘട്ടങ്ങളിൽ ഈ വെടിനിർത്തൽ കരാർ പരാജയപ്പെടാനുള്ള കാരണം. എന്തായാലും ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേലി ബന്ദികളായ 130ഓളം പേരെ വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കുമില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതേസമയം ആ ബന്ദികളെ വിട്ടയക്കാനാകില്ല എന്ന നിലപാട് ഹമാസും സ്വീകരിക്കുന്നു. എന്തായാലും റഫയിലേക്കുള്ള ആക്രമണം അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു. 16 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് ഒരു സൈനിക നടപടി ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള മനുഷ്യജീവന്റെ നാശത്തിനിടയാക്കുമെന്നും മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയായി മാറുമെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും റഫയിലേക്കുള്ള ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ ആർക്കുമാവില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.